യേശുവേ ആരാധന. കരങ്ങൾ വീശിക്കൊണ്ട് ആരാധിക്കട്ടെ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ മഹത്വം കർത്താവേ സ്തോത്രം ദൈവമേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. യേശുവേ നന്ദി കർത്താവേ. തിരുനാമം എന്ന് പ്രകീർത്തിക്കാൻ, അങ്ങയുടെ സാന്നിധ്യത്തില് അഭിഷേകത്തിൽ നിറയാൻ പരിശുദ്ധാത്മാവിനെ വർഷിക്കണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ 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 സ്തോത്രം, യേശുവേ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, ഡിസംബർ മാസത്തെ അമലോത്ഭവ മാതാവിൻ്റെ തിരുനാളിനോടനുബന്ധിച്ച് നമ്മൾ ഒരുമിച്ച് ധ്യാനിച്ചതാണ് ഡിസംബർ 9-ാം തീയതി. അതിനുശേഷം ബഹുമാനപ്പെട്ട നമ്മുടെ വികാരച്ചൻ ഷാജി സജ്ജി പിതർക്കയിലച്ചൻ പിണർക്കയിലച്ചൻ വീണ്ടും ഈ നോൻപ് കാലത്ത് നമുക്ക് കർത്താവിൻ്റെ പേരിൽ ഒരുമിച്ച് കൂടാനുള്ള ഒരു വലിയ ദൈവിക പ്രചോദനം, അത് ദൈവത്തിൻ്റെ പദ്ധതിയായിട്ട് തന്നെയാണ് ഞങ്ങൾ കണ്ട് പ്രാർത്ഥിച്ചൊരുങ്ങി നമ്മുടെ ധ്യാനത്തിൻ്റെ ഈ 2-ാം ദിവസത്തിലേക്ക് നമ്മളിപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. ഇന്ത്യയിലൊക്കെ പലയിടത്തും നമ്മുടെ നാട്ടിൽ ധ്യാനം ധ്യാനകേന്ദ്രങ്ങളെല്ലാം തുറന്നു വരുന്നു. ശുശ്രൂഷകൾ ഓൺലൈനല്ലാതെ ആൾക്കാർക്ക് ശുശ്രൂഷ പങ്കെടുക്കാനുള്ള അവസരങ്ങളൊക്കെ ഇപ്പോഴും നിങ്ങൾക്ക് ഓൺലൈനായിട്ടാണ് ശുശ്രൂഷ പങ്കെടുക്കാൻ അതിൻ്റെ പരിമിതികളോടുകൂടി സാധിക്കുന്നത്. അത് ഞാൻ ആദ്യം ഇവിടെ വന്നപ്പോഴാണ് ഞാനത് ഓർത്തത്. കർത്താവിൻ്റെ ആൾക്കാരെ കയറിയപ്പോഴാണ് ഞാനത് ഓർത്തത്. നിങ്ങളുടെ ഒരു പരിമിതി, ഓൺലൈനായിട്ട് തന്നെയാണല്ലോ ഇപ്പോഴും ധ്യാനം കൂടാൻ പറ്റണത് എന്ന് ഓർത്തപ്പോഴേ എൻ്റെ മനസ്സിൽ ഒരു വചനം വന്നു. അതായത് അപ്പോസ്തലന്മാരെ കർത്താവ് 2 പേരായി സുവിശേഷ വേലയ്ക്ക് വിടുമ്പോൾ കർത്താവ് കൊടുത്ത ഒരു നിർദ്ദേശം, നിങ്ങൾ ഏതെങ്കിലും ഭവനത്തിൽ എത്തിച്ചേരുമ്പോൾ അവിടുന്ന് എന്താണ് നിങ്ങൾക്ക് ലഭിക്കണത് അത് നിങ്ങൾ സന്തോഷത്തോടെ സ്വീകരിക്കണമെന്ന്. അതാണ് ഈ പാട്ടുകാർ കുറച്ച് നേരം ശ്രദ്ധിക്കാൻ വേണ്ടി സമയമെടുത്തത്. ഞാൻ ഈ വചനം നോക്കിയെടുക്കിയിരുന്നു. ഇപ്പോഴേ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായത്തിൽ 8-ാമത്തെ തിരുവചനമാണ്. നിങ്ങളൊരു വീട്ടിൽ ചെല്ലുമ്പോൾ അവിടുന്ന് വിളമ്പണത് ഭക്ഷിക്കാൻ. ഇപ്പം നമ്മളുടെ ജീവിതത്തിൽ ഓരോ കാര്യങ്ങളും സംഭവിക്കുന്നത്, വീട് ഒരു സ്ഥലമാണ്. ശരിക്കും സ്ഥലവും സമയത്തിലുമാണ് ഓരോ സംഭവങ്ങൾ നടക്കുന്നത്. പക്ഷേ എന്ത് സംഭവങ്ങളായാലും, അത് കൊറോണ ആയാലും ലോക്ക്ഡൗൺ ആയാലും അതിൻ്റെ പേര് വരുന്ന ഓൺലൈൻ ധ്യാനമായാലും, യോഹന്നാൻ്റെ സുവിശേഷം പറയും, ഉണ്ടായിട്ടുള്ളതെല്ലാം അവൻ മൂലമാണ്, അവനെ കൂടാതെ ഒന്നും ഉണ്ടായിട്ടില്ലേ. ഇതിന് സുവിശേഷവിഹിതമായ ഒരർത്ഥമുണ്ട്. മറിച്ച് അനുദിന ജീവിതവുമായി ബന്ധപ്പെടുത്തുമ്പോൾ ഒരർത്ഥമുണ്ട്. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരിക്കൽ ഞാൻ 93 പള്ളിത്തോട് എൻ്റെ സ്വന്തം നാട്ടിൽ കർത്താവിൻ്റെ വേല ചെയ്യായിരുന്നു. ഇപ്പം 2 ദിവസം ഞാൻ അവിടെ ഇല്ലായിരുന്നു. അവിടെ ഇല്ലാതെ വന്നപ്പോൾ എന്തോ പുറം ധ്യാനത്തിന് പോയതാ.
അപ്പം ഞാൻ തിരിച്ചു വന്നപ്പോൾ എന്നോട് വളരെ പ്രിയപ്പെട്ടൊരു അമ്മച്ചി വളരെ സങ്കടത്തോടെ എൻ്റെ അടുത്ത് ദേഷ്യപ്പെട്ടു. അച്ഛനെ എവിടെയായിരുന്നു അച്ഛാ, എന്ത് പണിയാണ് കാണിക്കണത്, എത്ര പ്രാവശ്യം ഇവിടെ വന്നതെന്നറിയാവോ? അപ്പം ഞാനൊന്നും മിണ്ടിയില്ല. കാര്യം അവരുടെ മനസ്സ് ഭയങ്കര ഇങ്ങനെ കണ്ണീരണിഞ്ഞ് നിൽക്കുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്നാ പറ്റിയ അമ്മച്ചി? അപ്പോൾ പുറകിൽ നിന്ന മകളെ, അതൊരു കണ്ണീർ കുടവായിരുന്നു, അതിനെ പിടിച്ച് മുമ്പിൽ വെച്ച് അവളോട് ചോദിക്കച്ചാന്ന് പറഞ്ഞു. അപ്പോൾ അവൾ ചോദിക്കണ മുമ്പ് തന്നെ പൊട്ടിക്കരയാൻ തുടങ്ങി. അപ്പോൾ അവളുടെ ഭർത്താവ് ആ ദിവസം മരിച്ചു. അതാണ് പ്രശ്നം. ഞാനവിടെ ആബ്സെൻ്റ് ആയിരുന്ന ആ ഒരു ദിവസം അവളുടെ ഹസ്ബൻഡ് രോഗത്തിലായിരുന്നു, പക്ഷെ ആ സമയത്ത് മരിച്ചു. അപ്പോൾ ഏറ്റവും കൂടുതൽ വേദനപ്പെടുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നവരും അടുപ്പമുള്ളവരും കൂടെ ഉണ്ടാകാൻ വേണ്ടി സ്വാഭാവികമായിട്ട് ആഗ്രഹിക്കും. മരിക്കുമെന്നറിയാമെങ്കിലും നമ്മളുടെ ഒരു സാന്നിധ്യം അവിടെ ഉണ്ടെങ്കിൽ, ഇപ്പോൾ ഞാൻ തന്നെയാണെങ്കിലും ഒരു നമ്മൾ വിയാത്തിക്കും, അതായത് യാത്രാ ഭക്ഷണം നമ്മൾ ഒടുക്കത്തെന്ന് പറയുമ്പോൾ പരിശുദ്ധ കുർബാന കൊടുക്കത്തില്ലേ? അപ്പോൾ ഞാൻ അവിടെ കുർബാന കൊണ്ട് കൊടുത്താലും അവിടെ കുർബാന വെച്ചു, ചിലപ്പോൾ ഓർമ്മയുണ്ടാകും രോഗിക്ക്, ചിലപ്പോൾ ഓർമ്മയുണ്ടാകത്തില്ല. ഓർമ്മയില്ലെങ്കിലും ശരിക്കും പാപം മോചിച്ചിട്ട് കുർബാന കൊടുത്ത്, അപ്പോൾ നമുക്കറിയാം ചിലപ്പോൾ ഒരു 10 മിനിറ്റിനുള്ളിൽ ആ ആത്മാവ് ഈശോയിലേക്ക് പോകുമെന്ന് കാണുകയാണെങ്കിൽ ഞാൻ അവിടെ നിന്ന് വിട്ടുപോരത്തില്ല. ആ വീട് എനിക്ക് സംശയം തോന്നിയാൽ വിട്ടുപോരത്തില്ല. അപ്പം ഞാനവിടെ സ്റ്റൂളിട്ട് കട്ടിലെ ഈ രോഗിയുടെ കരം പിടിച്ചുകൊണ്ടിരിക്കും. കാരണം കർത്താവിലേക്ക് പോകുന്ന സമയത്ത് പിരിഞ്ഞ് ഈ ഭൂമിയിൽ നിന്ന് ബന്ധുക്കളെ സ്വന്തപ്പെട്ടവരെയൊക്കെ പിരിഞ്ഞു പോകുന്ന ഒരു ജീവൻ്റെ കൈമാറ്റ സമയത്തിൽ ഒരു പുരോഹിതൻ്റെ അഭിഷിക്ത കരങ്ങൾ നമുക്ക് പിടിക്കാൻ കിട്ടണത് വിശ്വാസിക്ക് ഭയങ്കരമായ ഒരു കരുത്താണ്. അപ്പോൾ അതുകൊണ്ട് ഞാനവിടെ ഇരിക്കും. ഇപ്പം ഈ ഒരു സഹിത്വത്തിൻ്റെ സാന്നിധ്യം എൻ്റെ മകൾക്ക് കിട്ടേണ്ടതായിരുന്നു. അച്ഛൻ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ, ഒന്നുമില്ലെങ്കിൽ പെണ്ണെടുക്കുന്ന സമയത്തും മരിപ്പിന് വീട്ടിൽ വരുമ്പോഴും അവളെ അച്ഛനൊന്ന് താങ്ങി പിടിച്ചെങ്കിൽ അത്രയും ആശ്വാസമായി. ആർക്കും ആശ്വസിപ്പിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണെന്ന് പറഞ്ഞു. ഞാനിതിന് മറുപടി ഒന്നും പറഞ്ഞില്ല. മറുപടിയൊന്നും പറയാതെ ഞാൻ എൻ്റെ മുറിയിലേക്ക് ഇവരെ കൊണ്ടുപോയിട്ട് എന്താ കാര്യം വെച്ചാൽ ഇതിന് ഇവരുദ്ദേശിക്കുന്ന മറുപടി എൻ്റെ കയ്യിലില്ലായിരുന്നു. അപ്പോൾ എൻ്റെ മനസ്സെപ്പോഴും വരണത് മറുപടി ഇല്ലാത്ത ഒരു വിഷയവും വരത്തില്ല ജീവിതത്തിലെ. മറുപടി ഉണ്ടാകും കർത്താവിൻ്റെ അടുത്ത്, പക്ഷേ മറുപടി ചോദിച്ച് മേടിക്കണം. ഇപ്പം ഞാൻ അമ്മയും മകളെയും കൊണ്ടുപോയി എൻ്റെ മേശയുടെ മുമ്പിൽ കസേരയിൽ ഇരുത്തിയിട്ട് കർത്താവിൻ്റെ വചനം ഞാൻ അടച്ച് വെച്ചിട്ട് പറഞ്ഞു, മകളെ, അമ്മയും മകളും കൂടി കർത്താവിൻ്റെ വചനത്തെ തൊട്ടിട്ട് വിശ്വാസപ്രമാണം ചെല്ലാൻ പറഞ്ഞു. ഞാൻ അവരെ കൊണ്ട് വിശ്വാസപ്രമാണം ചെല്ലിച്ച് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞ് ഒരു നമ്പർ, ഏതെങ്കിലും ഒരു നമ്പർ പറയാൻ പറഞ്ഞു. അപ്പോൾ അവൾ 1 പറഞ്ഞ്, പിന്നെ ഒരു നമ്പർ കൂടി പറയാൻ പറഞ്ഞപ്പോൾ അമ്മ 3 പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ച്, എന്നിട്ട് ഞാൻ സ്വർഗസ്ഥനായത് നന്ദി നിറഞ്ഞ ഓർമ്മ ചൊല്ലിയിട്ട് ഞാൻ ചോദിച്ച് ഒരു സുവിശേഷത്തിൻ്റെ പേര് പറയാൻ പറഞ്ഞു. അപ്പോൾ അവൾ യോഹന്നാൻ എന്ന് പറഞ്ഞു. ഇപ്പം ഞാൻ മറിച്ച് നോക്കിയപ്പോൾ കർത്താവ് ഞാൻ കണ്ട വചനമാണ് ഇപ്പം നിങ്ങളോട് പറഞ്ഞത്. പക്ഷെ നിങ്ങൾക്കതെന്ത് ഫീൽ ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഈ വചനം അവളോട് പറയുമ്പോൾ അവിടെ കണ്ണുനീര് വറ്റിയിരുന്നു. എന്താ പറഞ്ഞിരിക്കുന്നത്? ഉണ്ടായിട്ടുള്ളതെല്ലാം അവൻ മൂലമാണ്, അവനെ കൂടാതെ ഒന്നും. അത് കേട്ടപ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞുപോയി. എന്താ കാര്യം? കർത്താവ് ഡയറക്റ്റ് സംസാരിക്കുകയാണ്. അവളുടെ ജീവിത പങ്കാളി പിരിഞ്ഞു പോയതിനെക്കുറിച്ച് ഈശോ സംസാരിക്കുകയാണ്. എന്താണ്? ഉണ്ടായിട്ടുള്ളതെല്ലാം അവൻ മൂലമാണ്, അവനെ കൂടാതെ ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പം ഞാൻ പറഞ്ഞു, മകളെ, ഇപ്പം മനസ്സിലായില്ലേ ഈശോ സംസാരിച്ചത്? നിൻ്റെ ജീവിത പങ്കാളിയെ വിളിച്ചിട്ടുണ്ടെങ്കിൽ
അത് കർത്താവ് അറിഞ്ഞിട്ടാണ്. എൻ്റെ ദൈവ പൈതലെ, നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് അല്ല വിഷയം. എന്ത് സംഭവിച്ചാലും കർത്താവ് ഒന്നറിഞ്ഞാൽ മതി. കാര്യം അറിഞ്ഞ് സംഭവിക്കണതും അറിയാതെ സംഭവിക്കണതും കർത്താവിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരു വിശ്വാസിയുടെ ജീവിതം, വിശ്വാസം എന്ന് പറയണത് എന്താ? എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം എൻ്റെ കർത്താവ് അറിഞ്ഞിട്ടാണെന്ന് വിശ്വസിക്കുന്നതാണ് വിശ്വാസത്തിൻ്റെ പ്രാക്ടിക്കൽ ഫെയ്ത്ത് എന്ന് പറയും. ഒരു തിയറട്ടിക്കൽ ഫെയ്ത്ത് അല്ല, കാണപ്പെടാത്തതുണ്ട്. നമ്മൾ ഹെബ്രായർ 11:1 വായിക്കുമ്പോൾ വിശ്വാസം എന്നത് കാണപ്പെടാത്തതുണ്ട്, പ്രത്യാശിക്കുന്നത് ലഭിക്കുമെന്നുള്ള ഉറപ്പ് ഒരു തിയറട്ടിക്കൽ ഫെയ്ത്താണ്. ആശയപരമായ ഒരു ഐഡിയോളജിക്കൽ ഫെയ്ത്താണത്. പക്ഷേ വിശ്വാസത്തിനെല്ലാം ഒരു ടാഞ്ചിബിൾ പ്രായോഗികമായ ഒരു വിശ്വാസമുണ്ട്. ദാറ്റ് മീൻസ് എൻ്റെ ജീവിതത്തിൽ ജോലി പോയാലും, എൻ്റെ വീടിന് ഇപ്പം ജപ്തി നടപടി വന്നാലും എൻ്റെ കർത്താവിന് അതറിയാം എന്ന് പറയണതാണ് ഒരു വിശ്വാസം. പണ്ട് മരിയൻ ദിവസം കൂടിയ അന്ന് കൃപാസത്യം മരിയൻ ദിവസം ഉണ്ടായിരുന്നു. മരിയൻ ദിവസം 5 ദിവസം കൂടിയിട്ട് ഒരു ചേട്ടത്തി സൗദിക്കാരത്തി എന്നുവെച്ചാൽ മനാശ്ശേരി കൊച്ചിയിലുള്ളൊരു സ്ഥലമാണ്. അവിടെ ചെന്നപ്പോഴുണ്ട് അവൾ കാണുന്ന കാഴ്ച അതിദാരുണമായ കാഴ്ചയാണ്. കാര്യം എന്താണ്? അതായത് വില്ലേജ് ഓഫീസർ വന്നിട്ട് അവളുടെ വീട് ജപ്തി ചെയ്യാൻ വേണ്ടി നോട്ടീസ് ഒട്ടിക്കുകയാണ്. അവൾ 5 ദിവസം ഇവിടെ ധ്യാനത്തിലിരിക്കരുത്. ധ്യാനം കഴിഞ്ഞ് വീട്ടിൽ ചെന്നപ്പോഴുണ്ട് വില്ലേജ് ഓഫീസർ സീൽ ചെയ്യണ ഭവനം, എന്നിട്ട് ഇത്രാം തീയതി ലേലം വന്ന് ഉള്ളത് ഒട്ടിക്കുക. ഇവളിതാണ് കാണുന്നത്, വാതിക്ക് ഒട്ടിച്ച് വെച്ചിരിക്കുന്നത്. അപ്പോഴേ അവൾ വില്ലേജ് ഓഫീസറോട് പറയുന്ന ഒരു ഡയലോഗുണ്ട്. അയാളുടെ വേഴ്സയിൽ നിന്ന് കൊന്തെടുത്തിട്ടിങ്ങനെ മുമ്പിലിങ്ങനെ ആട്ടിക്കാണിക്കും. സാർ ഇത് കണ്ട, ഇതാണ് ഞാൻ വിശ്വസിക്കുന്ന ഉപകരണം. ഇതെൻ്റെ കർത്താവിൻ്റെ പീഡാസഹനങ്ങളെക്കുറിച്ചും ഉയർത്തെഴുന്നേൽപ്പിനെക്കുറിച്ചും ഒക്കെയാണ് ഇത് പ്രാർത്ഥിക്കുന്നത്. ഇത് എൻ്റെ കയ്യിലുള്ളിടത്തോളം കാലം സാർ തന്നെ വന്നിത് പൊളിക്കും, ഇല്ലെങ്കിൽ എൻ്റെ കർത്താവ് അത് പൊളിപ്പിക്കുമെന്ന് പറയും. അത് പറഞ്ഞാൽ മതിയില്ല. ഇത് ഒന്നും കണ്ടിട്ട് പറയണമില്ല. എന്താണ് കണ്ടിട്ട്? ഉണ്ടായിട്ടുള്ളതെല്ലാം അവൻ മൂലമാണ്, അവനെ കൂടാതെ ഒന്നും ഉണ്ടായിട്ടില്ല. എനിക്ക് ചില സമയത്ത് ഓർക്കുകയും ഇത് പറയാൻ വേണ്ടിയാണ് മനുഷ്യൻ വചനം മാംസമായെന്ന് ഓർക്കും. ചില സമയത്ത് എൻ്റെ ജീവിതത്തിൽ ഓർക്കുകയും ഇത് മനുഷ്യരാശിയോട് പറയാൻ വേണ്ടിയാണ് അവൻ നമ്മളെ കോലം കിട്ടിയതെന്ന്. അവനീ നട്ടക്കച്ചവടമാണ്. ചില സമയത്തൊക്കെ ഞാൻ ഇടയ്ക്ക് ഓർക്കുകയും എലിയൊക്കെ പോണ സമയത്ത്, എലി പാമ്പൊക്കെ പോകുമ്പോൾ ഞാൻ ഓർക്കുകയും ദൈവമേ, ഈ ചില ആൾക്കാർ വിശ്വസിക്കണ പോലെ അടുത്ത ജന്മത്തിൽ ഞാനങ്ങനെ എലിയാ വല്ലതും ആയാലുള്ള എൻ്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന് ഓർക്കും. ചുമ്മാ ചില ആൾക്കാരൊക്കെ വിശ്വസിക്കണില്ല അങ്ങനെ എലി അടുത്ത ജന്മത്തിൽ അങ്ങനെയൊക്കെ ജനിക്കുമെന്ന്. അപ്പം ഞാനവർക്ക്, കർത്താവേ, നീ മനുഷ്യനായിട്ട് അവതരിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എലിയായിട്ട് ജനിക്കുമ്പോൾ എനിക്കുണ്ടാകുന്ന ഒരു എന്താണ്, ഒരു തകർച്ച, എന്താണ് ജന്മത്തകർച്ച. അതുപോലെ ഈ തകർച്ച ഇവൻ ഏറ്റുമേടിച്ച്, ഇങ്ങനെ അവൻ ഏറ്റുമേടിച്ചിട്ട് അവൻ ഈ മനുഷ്യക്കോലത്തിൽ നമ്മുടെ മുമ്പിൽ വന്നപ്പോൾ അവൻ എന്താണ് പറഞ്ഞത്? അവൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. എന്താണ്? എന്ത് സംഭവിച്ചാലും ഞാൻ അറിയുമെന്ന് നമ്മളോട് നേരിട്ട് മുഖത്ത് നോക്കി പറയാനാണ് അവൻ വചനം മാംസമായി മനുഷ്യാവതാരം സ്വീകരിച്ചത്. എൻ്റെ ചില ധ്യാനചിന്തകളൊക്കെയാണത്. എന്ത് സംഭവിച്ചാലും നിൻ്റെ ജീവിതത്തിൽ ദൈവവേദലെ എന്ത് സംഭവിച്ചാലും അത് ഞാൻ അറിയും എന്ന് പറയാനാണ് അവൻ മനുഷ്യക്കോലത്തിൽ വന്നത്. അവന് അത് നഷ്ടമാണ്, തീരാ നഷ്ടമാണ്. എന്ത് പണ്ടാരം അടങ്ങാൻ, എന്ത് നട്ടവും വരട്ടെ, എന്നാലും എൻ്റെ മക്കളോട് സത്യം പറയണം. ഒരു നാണയത്തുട്ടിനെ 12-ാം അധ്യായത്തിൽ 7-ാമത്തെ വാക്യമുണ്ട് ലൂക്കാൻ്റെ സുവിശേഷം. ഒരു നാണയത്തുട്ടിനെ 2 കുരുവികൾ വിൽക്കപ്പെടുന്നില്ലേ? അപ്പം നിസ്സാരമാണത്.
പക്ഷേ അവ താഴെ വീഴുമ്പോൾ ഞാൻ അറിയുന്നു. ദൈവത്തിലെ എല്ലാ വീഴ്ചകളും കർത്താവ് അറിയുന്നു എന്ന് വിശ്വസിക്കുന്നതാണ് വിശ്വാസം എന്ന് പറയുന്നത്. നീ വിശ്വാസിയാണെങ്കിൽ നീ എന്താണ് വിശ്വസിക്കേണ്ടത്? ഇപ്പം നമ്മളെ കൂദാശകളെ കുറിച്ച് പറയുമ്പോഴേ കൂദാശ അനുകരണങ്ങളെക്കുറിച്ച് സംസാരിക്കും. കാര്യം കാണപ്പെടാത്ത ദൈവത്തിൻ്റെ വരപ്രസാദം നമുക്ക് ലഭിക്കാൻ ഈശോ സ്ഥാപിച്ച കാണപ്പെടുന്ന അടയാളങ്ങൾ കൂദാശ. അപ്പം ഞങ്ങൾ വള്ളം വെഞ്ചരിക്കുക, വണ്ടി വെഞ്ചരിക്കുക, അങ്ങനെയൊക്കെ ഉള്ള ഒന്നും കൂദാശയല്ല. പക്ഷേ സാക്രമെൻ്റൽസ് എന്ന് പറയും. എന്താണ്? കൂദാശ അനുകരണങ്ങളെന്ന് പറയും. ഇതുപോലെ തന്നെ നമ്മുടെ വിശ്വാസ എന്ന് പറയുമ്പോഴേ വിശ്വാസത്തിൻ്റെ അനുകരണങ്ങൾ എന്താണത്? ജീവിതത്തിലെ കുരിശിൻ്റെ അനുകരണങ്ങൾ തന്നെയാണ്. വിശ്വാസത്തിൻ്റെ അനുകരണങ്ങളെന്ന് പറയണത് ജീവിതത്തിലെ കുരിശിൻ്റെ അനുകരണങ്ങളാണ്. ഇപ്പോൾ പീഡാനുഭവത്തിൻ്റെ കാലമാണ്. നമ്മൾ കുരിശിൻ്റെ വഴി നടത്തുന്നുണ്ട്. അത് കർത്താവ് നിവൃത്തിയാക്കിയ രക്ഷാകരമായിട്ടുള്ള പീഡാസഹനങ്ങളോടുള്ള ഐക്യദാർഢ്യമാണ് നമ്മൾ നടത്തുന്നത്. പക്ഷേ ജീവിതത്തിലെ കുരിശിൻ്റെ അനുകരണങ്ങളാണ് വിശ്വാസത്തിൻ്റെ തുടർച്ച എന്ന് പറയണത്. നമ്മുടെ ജീവിതത്തിലെ ഒരു കുരിശ് വരുമ്പോൾ കർത്താവിൻ്റെ കുരിശിൻ്റെ അനുകരണങ്ങളാണത്. ഞാൻ ഈ ദിവസങ്ങളിൽ ഒരു മരിപ്പിനിൻ്റെ ഇടവകയിൽ പോയി കഴിഞ്ഞ വെള്ളിയാഴ്ച. അപ്പോൾ ഞാനത് മരിപ്പെടുക്കാൻ വേണ്ടി ഒരച്ഛനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. എങ്കിലും ഇടവക്കാരനല്ലേ എന്ന് വിചാരിച്ചുകൊണ്ട് എനിക്കൊരു ഉത്തരവാദിത്വം ഉണ്ടല്ലോ വിചാരിച്ചുകൊണ്ട് ഞാൻ മരിപ്പിന് പോയി. അപ്പോൾ പെനമെടുക്കുന്ന സമയത്ത് തന്നെ ഞാൻ അവിടെ ചെന്ന്. അപ്പം അച്ഛൻ വന്ന് പെനമെടുത്ത സമയത്ത് ഞാൻ വികാരിച്ചൻ അവിടെ നിൽപ്പുണ്ട്. അപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞു, അച്ഛൻ 2 വാക്ക് സംസാരിക്കുമെന്ന് എന്നോട് ചോദിച്ചു. 2 വാക്ക് സംസാരിക്കുമോ? അപ്പം ഞാൻ പെട്ടെന്ന് അച്ഛനിങ്ങനെ ആൾക്കാരുടെ കൂട്ടത്തിൽ പെനെടുക്കാൻ പോവുകയാണ്. ഇപ്പം പെട്ടെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ പ്രിപ്പയർഡ് അല്ലായിരുന്നു. അപ്പം പെട്ടെന്ന് അച്ഛൻ ചോദിച്ചപ്പോൾ ആൾക്കാരുടെ കൂടെ ചോദിച്ചു പറ്റത്തില്ലെന്ന് പറയണത് അത് ശരിയല്ലല്ല. അപ്പം ഞാൻ കർത്താവ് എന്നാണ് വിളിച്ചത്. എന്നിട്ട് ഞാൻ പറയാച്ചാന്ന് പറയും. എന്താ പറയാച്ച കഴിഞ്ഞാൽ ഞാൻ കർത്താവ് എന്ന് വിളിക്കണ ലൈറ്റിനിങ്ങിനുള്ളിൽ വേറൊരു സംഭവം നടന്നു. അതായത് ഞാൻ അന്ന് 5:30 എഴുന്നേറ്റപ്പോഴേ കർത്താവിൻ്റെ വചനം എഴുന്നേറ്റ ഉടനെ ചില സമയത്ത് ജപമാല ചെല്ലും. കാര്യം ജപമാല രാത്രി 12 മണിക്ക് 1 മണിക്കുള്ളൊരു ജപമാല ഞാൻ ചെല്ലും. അത് കാരണം രാവിലെ നേരെ എഴുന്നേറ്റ് വന്നാൽ പിന്നെ ബൈബിളാണ് കർത്താവ് ഇന്നത്തെ വചനം വായിക്കും. അപ്പോൾ ഇന്നത്തെ വചനം വെച്ചാൽ ബൈബിൾ നിലനിർത്തി വായിക്കും. അതെൻ്റെ മനസ്സിൽ ഇഷ്ടപ്പെട്ട വചനം, അതായത് മനസ്സിനെ സ്പർശിക്കുന്ന വചനം കിട്ടുന്നവരെ ഞാനിങ്ങനെ വചനം 1 by 1 ഓരോ ഭാഗം വായിച്ചുകൊണ്ടിരിക്കും. അതായത് അത് വചനം പ്രാർത്ഥനയിൽ നമ്മളോടാണ് ഈശോ സംസാരിക്കണമെന്ന് തോന്നണവരെ ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ പെട്ടെന്ന് പക്ഷേ എനിക്ക് ആദ്യം കിട്ടിയ വചനം എന്താണെന്നറിയാമോ? സ്വർണം എങ്ങനെ മങ്ങിപ്പോയി, തങ്കത്തിൻ്റെ മാറ്റം എങ്ങനെ കുറഞ്ഞു. അപ്പോൾ എനിക്ക് നേരെ എഴുന്നേറ്റ് വരികയും കർത്താവിൻ്റെ മുഖത്ത് നോക്കി കർത്താവിൻ്റെ ഒരു അതിർത്തി രേഖപ്പെടുത്തിയ പോലെ എനിക്ക് തോന്നി. അപ്പം ഞാനിവിടെ ആത്മശോധന വല്ല കുഴപ്പം കാണിച്ചു വെച്ചാൽ എന്താ ഈ സ്വർണം മങ്ങിപ്പോയ കാര്യമൊക്കെ പറയണത്? എന്താ? വിലാപങ്ങളുടെ പുസ്തകമാണ് 4:1. വിലാപങ്ങളുടെ പുസ്തകമാണ് കിട്ടിയത് വായിച്ചപ്പോൾ 4:1. എന്താണ്? അപ്പോൾ ഞാനിവിടുത്തെ കർത്താവ് വല്ല കുഴപ്പമുണ്ടാക്കിയ കാര്യം നമുക്കറിയത്തില്ല. പുള്ളിക്കാരനല്ല ഇത് അസസ് ചെയ്യുമ്പോൾ നമുക്ക് നല്ലതും ചിത്തമെന്ന് പറയുന്നത് കർത്താവിൻ്റെ ഒരു ഫ്രെയിം ഓഫ് റെഫറൻസ് വേറെയാണ്, വേറെ രീതിയാണ്. അപ്പോൾ ചില സമയത്ത് നമ്മൾ വലിയ നല്ല കാര്യം ചെയ്തൊക്കെ ചിലപ്പോൾ ലോകാരൂപിയ വല്ലതൊക്കെ ഇരിക്കും. ആളുകളിയാ അഹങ്കാരമോ തോന്നിവാസമോ പക്ഷേ അറിയത്തില്ല, നമുക്കറിയാൻ പറ്റത്തില്ല. പരിശുദ്ധാത്മാവ് നല്ല കൃത്യമായിട്ടുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഏത് അരൂപിയാണ് വർക്കൗട്ട് ചെയ്യണമെന്ന് അറിയത്തുള്ളൂ. ഈശോ ഒരിക്കൽ ചോദിക്കുകയും ചെയ്തു അപ്പോസ്തലന്മാരോട്, വാട്ട് സ്പിരിറ്റ് ലീഡ്സ് യു എന്ന് പറഞ്ഞ് കർത്താവ് ചോദിച്ചതാണ്. എന്താ അരൂപിയാണ്? നമ്മൾ ലൂക്കാൻ്റെ സുവിശേഷം വായിക്കുമ്പോൾ 9:55 ടിപ്പണിയിലുണ്ടിത്.
വാട്ട് സ്പിരിറ്റ് ലീഡ്സ് യു? അത് കർത്താവ് ചോദിച്ച ഒരു ഫണ്ടമെൻ്റൽ ക്വസ്റ്റ്യനാണ്. എന്ത് അരൂപിയാണ്? നമ്മൾ എന്നാ മണ്ണാങ്കട്ട ചെയ്താലും വലിയ ആനക്കാര്യങ്ങൾ ചെയ്തെന്ന് പറഞ്ഞാലും ദൈവം നോക്കുന്നൊരു കാര്യമുണ്ട്. വാട്ട് സ്പിരിറ്റ് ലീഡ്സ് യു? ഇന്നിപ്പോൾ ധ്യാനത്തിൻ്റെ 2ാം ദിവസമാണ്. നോൻപുകാല നാളെ നമുക്ക് കുമ്പസാരമാണ്. അപ്പോൾ കുമ്പസാരത്തിൽ വരുമ്പോൾ എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മളിങ്ങനെ ചട്ടപ്പടി ഓരോ പാപത്തിൻ്റെ പട്ടികയും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും ദൈവം ചോദിക്കുന്ന ചോദ്യം എന്താണ് നമ്മളോട്? വാട്ട് സ്പിരിറ്റ് ലീഡ്സ് യു? എന്ത് അരൂപിയാണ് നിങ്ങളെ നയിക്കണത്? അപ്പോസ്തലന്മാരോട് ചോദിച്ചാണേ, സാധാരണ മനുഷ്യരോട് ചോദിച്ചതല്ല. അപ്പോസ്തലന്മാരോട് പോലും ഇങ്ങനെ ചോദിക്കണമെങ്കിൽ അതെന്തൊരു അവസ്ഥയിരിക്കും? വാട്ട് സ്പിരിറ്റ് ലീഡ്സ് യു? എന്ത് അരൂപിയാണ് നിങ്ങളെ നയിക്കുന്നത്? അപ്പോൾ സലോമി ഉൾപ്പെടെയുള്ള ആൾക്കാർ കുടുംബമൊക്കെ വിറ്റിട്ട് വലിയ നേർച്ചയൊക്കെ നടത്തി നിൽക്കണ ഒരു കാലമായിരുന്നത്. സലോമി എന്ന് പറയുന്നത് സെബദിയുടെ ഭാര്യ. അവർ ഭയങ്കര ഒരു സ്ത്രീയാണ്, ഭയങ്കര കർത്താവിനോട് ജീവനാണ്. പക്ഷെ കയ്യിരിപ്പ് ഇത്തിരി ഇടക്ക് മോശം വരും. ഈ ലോകാരൂപി ഇടയ്ക്ക് കയറി വരും. കുരിശിൻ്റെ ചുവട്ടിലൊക്കെ നിൽക്കുന്നുണ്ട് ആ കക്ഷി. ക്ലയോഫാസിൻ്റെ ഭാര്യയുടെ കൂടെയൊക്കെ ഈ സലോമി ഉണ്ട്. മർക്കോസിൻ്റെ നമ്മൾ 16, 35, 45 വായിക്കുമ്പോൾ സലോമിയെ കാണും. അപ്പോൾ ഇവർ സെബദിയുടെ ഭാര്യയാണ്. സെബദിയുടെ മക്കളാണ് യാക്കോബും യോഹന്നാനും ഒക്കെ. അപ്പോൾ നല്ല കർത്താവുമായിട്ട് കുറച്ച് ബന്ധമൊക്കെ ഉണ്ട്. എന്നാലും അരൂപി എത്ര കർത്താവുമായിട്ട് ബന്ധമുണ്ടെങ്കിലും ചേട്ടത്തിയുടെ അരൂപി ഇത്തിരി പെശകാണ്. ചേട്ടത്തിയുടെ മക്കളുടെ അരൂപി അത്ര പെശകാണ്. അത്ര നല്ല ആൾക്കാർ. കാര്യം അമ്മയുടെ മക്കൾ തന്നെ ആയിരിക്കുമല്ല. അപ്പം ഇവരാണ് സമറിയയിൽ കൂടി പോയപ്പോൾ സമറിയക്കാർ ഇവരെ വഴിവിട്ടില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഇവർ ഇഷ്യൂ ഉണ്ടാക്കി. സമറിയയിൽ കൂടി പോകുമ്പോൾ അവരുടെ വഴിക്ക് കാര്യങ്ങളൊക്കെ കൊള്ളാമെങ്കിലും നമ്മുടെ വഴിക്കൊരു പാര വെക്കാൻ ആരെങ്കിലും നമ്മുടെ വഴി, ചിലപ്പോൾ ജോലി, വീട്, വിവാഹം, നമ്മുടെ താല്പര്യങ്ങളെ ആരെങ്കിലും വട്ടം ചവിട്ടുകയാണെങ്കിൽ നമ്മുടെ തനി ഗുണം, തനി സ്പിരിറ്റ് പുറത്തു വരും. കാര്യങ്ങളൊക്കെ കൊള്ളാമെങ്കിലും നമ്മളുടെ താല്പര്യങ്ങൾ, ഇൻട്രസ്റ്റ്, ജോലി, വീട്, വിവാഹം, അതുപോലെ തന്നെ ഓരോരോ കാര്യങ്ങളെക്കുറിച്ചുള്ള കാഴ്ചപ്പാട്, ഈ കാഴ്ചപ്പാടിനൊക്കെ എവിടെയെങ്കിലും ഒരു കത്തി വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഗെറ്റ് ബോയിലിംഗ് ഇൻസൈഡ്. അപ്പോൾ നമ്മുടെ ഉള്ളിലിങ്ങനെ തിളക്കും. എന്താണ്? അപ്പോൾ കർത്താവ് ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. ജോസഫ്, വാട്ട് സ്പിരിറ്റ് ലീഡ്സ് യു? എന്ത് സ്പിരിറ്റാണ് നിന്നെ ലീഡ് ചെയ്യണത്? നിന്നെ ഈ നോൻപ് കാലത്ത് കുമ്പസാരിക്കണ മുമ്പ് ഒന്ന് ചിന്തിക്കണം ദൈവവേദലേ. കർത്താവ് നമ്മോട് ചോദിക്കണ ഒരു ഫണ്ടമെൻ്റൽ ആൻഡ് കാറ്റഗോറിക്കൽ ക്വസ്റ്റ്യൻ, വാട്ട് സ്പിരിറ്റ് ലീഡ്സ് യു? എന്ത് അരൂപിയാണ് നിങ്ങളെ നയിക്കണതെന്ന്. അത് യാക്കോബിനോട് ചോദിച്ചതാണ്, അത് യോഹന്നാനോട് ചോദിച്ചതാണ്. പലപ്പോഴും സഹനത്തെക്കുറിച്ചും നമുക്ക് അരൂപി മാറ്റം ഉണ്ടാകും. നമുക്ക് ഒരു പ്രയാസമൊക്കെ വരുമ്പോൾ, നമ്മളെ ഇത്രയും കഷ്ടപ്പെട്ട് കർത്താവേ എന്നും പറഞ്ഞ് നടന്ന് പള്ളിയും പട്ടക്കാരനും ഈ ലോക്ക്ഡൗണിന് പോലും പറ്റണ വിധത്തിലെല്ലാം ബൈബിളൊക്കെ വായിച്ച് കൊന്തൊക്കെ ചെല്ലിയെങ്കിലും നമുക്ക് അരങ്ങാൻ പാടില്ലല്ല, നടുവ് വെട്ടിയല്ല, വേദനയാണല്ല, നമ്മുടെ മക്കൾക്ക് ജോലിയില്ലല്ല, അല്ലെങ്കിൽ ഓരോരോ പരാതികൾ, പരിദേവരങ്ങൾ ഒക്കെ നമ്മൾ കർത്താവിനോട് ചോദിക്കും, ഓരോ കാര്യങ്ങൾ ചോദിക്കും. അപ്പോഴൊക്കെ വരുന്ന ഒരു വിഷയം, നമ്മൾ എന്തെങ്കിലും കാര്യത്തിൽ കർത്താവിനോട് ഒരു തർക്കത്തിനോ നമ്മളുടെ മെരിറ്റുകൾ വെച്ചുകൊണ്ട് നമ്മളൊരു തർക്കത്തിന് തയ്യാറാകും. എന്തെങ്കിലും യോഗ്യത നമുക്കുണ്ടെങ്കിൽ ദൈവത്തിന് അത് പണിയായി മാറും. എന്തെങ്കിലും യോഗ്യത, ഏതെങ്കിലും വിഷയത്തിൽ നമുക്കൊരു യോഗ്യത ഉണ്ടെങ്കിൽ, എനിക്ക് ഇത്ര യോഗ്യത ഉണ്ടായിട്ട് വൈ യു ഹാവ് ഡൺ ടു മീ സോ, എന്താണ് നീ എന്നോട് ഇങ്ങനെ ചെയ്തതെന്ന് നമുക്കൊരു ചോദ്യം ഉണ്ടാകും. അപ്പോൾ കർത്താവ് തിരിച്ചു ചോദിക്കും, വാട്ട് സ്പിരിറ്റ് ലീഡ്സ് യു? എന്താ അരൂപിയാണ്? എന്താ കാര്യം വെച്ചാൽ ഇതിലെല്ലാം ഉണ്ടായിട്ടുള്ള എല്ലാം അവൻ മൂലമാണ്. അവനെ കൂടാതെ നമുക്ക് ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് പറയും. അപ്പോൾ ഉണ്ടായിട്ടുള്ള വിഷയങ്ങളിൽ
കർത്താവിൻ്റെ സാന്നിധ്യത്തെ അക്സെപ്റ്റ് ചെയ്യണത് ഒരു പ്രത്യേക സ്പിരിറ്റാണ്. അതിനാണ് പരിശുദ്ധാത്മാവെന്ന് പറയണത്. ഇപ്പം എന്നോട് പെട്ടെന്ന് പ്രസംഗിക്കണമെന്ന് പറഞ്ഞപ്പോഴേ രാവിലെ കർത്താവ് എന്നോട് പറഞ്ഞ വാക്കാണ്, എങ്ങനെയാണ് വിലാപങ്ങളുടെ പുസ്തകത്തിൽ വെളുപ്പിനെ പറഞ്ഞതാണ്, എങ്ങനെയാണ് തങ്കം അതിൻ്റെ ശോഭ കെട്ടുപോയത്, എങ്ങനെയാണ് സ്വർണം മങ്ങിപ്പോയെന്ന്. ഇപ്പം എന്നോട് തന്നെ ചോദിച്ചുകൊണ്ടുണ്ടാക്കിയാണ്, വല്ല കുഴപ്പമുണ്ടാക്കിയ, വല്ല അരൂപി മാറ്റം ഉണ്ടാക്കിയിട്ടുണ്ടോ, എന്താ കർത്താവ് ഇങ്ങനെ മുഖത്ത് നോക്കി ചോദിക്കാൻ കാരണം എന്നൊക്കെ ചോദിച്ചെങ്കിൽ എനിക്ക് പെട്ടെന്നൊന്നും കിട്ടിയില്ല. പക്ഷേ ഞാൻ അവിടെ ചെന്നപ്പോൾ ഈ പിണത്തിൻ്റെ മുമ്പിൽ നിൽക്കിയിരുന്നു. അപ്പോഴാണ് അച്ഛനോട് പ്രസംഗിക്കാൻ പറഞ്ഞ. അപ്പോഴാണ് ഞാനിത് ഓർത്തത്, എന്താണ് കർത്താവ് വെളുപ്പിനെ പറഞ്ഞത്. ഇപ്പം ഞാൻ പറഞ്ഞു, എനിക്കിങ്ങനെ ഒരു അനുഭവം ഇന്നുണ്ടായി. കാര്യം അതായത് എങ്ങനെയാണ് സ്വർണം മങ്ങിപ്പോയത്, എങ്ങനെയാണ് തങ്കത്തിൻ്റെ ശോഭ കെട്ടുപോയതെന്ന്. അപ്പോൾ എന്താ അവിടെ ചോദിക്കാൻ കാരണം എന്ന് വെച്ചാൽ, അതായത് ഈ നമ്മളുടെ വരപ്രസാദം, ഇപ്പോൾ ആണ്ടുദേനമാണ് നമ്മൾ. ആണ്ടുദേനത്തിൽ എപ്പോഴും ചിന്തിക്കേണ്ടത് ഈ വിലാപങ്ങളുടെ പുസ്തകം തന്നെയാണ്. വരപ്രസാദം കുറഞ്ഞു പോയോ? രണ്ട് ചോദ്യങ്ങൾ ഒരുമിച്ച് വരികയാണ്. ഒന്ന്, വാട്ട് സ്പിരിറ്റ് ലീഡ്സ് യു എന്ന് പുതിയ നിയമത്തിൽ ചോദിക്കുമ്പോൾ 5:59-55 ചോദിക്കുമ്പോൾ പഴയ നിയമത്തിൽ ചോദിക്കണേ എന്താണ്, എങ്ങനെ സ്വർണം മങ്ങിപ്പോയി, എങ്ങനെ തങ്കത്തിൻ്റെ മാറ്റ് കുറഞ്ഞു, എന്താണ് സംഭവിച്ചത്? രണ്ട് ദൈവ ചോദ്യം. അതായത് നമ്മുടെ ആത്മശോധനയ്ക്ക് വേണ്ടി ദൈവം നൽകുന്ന രണ്ട് ചോദ്യങ്ങളാണത്. എങ്ങനെ സ്വർണം മങ്ങിപ്പോയി, എങ്ങനെ. അപ്പോഴേ ഇത് വായിച്ച് കഴിഞ്ഞ് അച്ഛൻ എന്നോട് പ്രസംഗിക്കാൻ പറഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവ് അടുത്ത വാക്കെനിക്ക് തന്നു. എന്താണ്? സ്വർണം മങ്ങിപ്പോയാൽ മാറ്റ് കൂട്ടാൻ പറ്റും. സ്വർണത്തിൻ്റെ മാറ്റ് കൂട്ടാൻ നമുക്കറിയാമല്ല, കറ, സ്വർണത്തിൻ്റെ കറ വരും അല്ലേ, പൊടിയും ഒക്കെ വന്നിട്ട് കറയുണ്ടാവും. അപ്പോൾ മാറ്റും കീറ്റും പോകും. സ്വർണം എടുക്കുമ്പോൾ നമ്മൾ പണയം തിരിച്ചവർ വിൽക്കുകയാണെങ്കിൽ മാറ്റും കീറ്റും കുറച്ചാണ് അവർ കൂട്ടിയിട്ടാണ് നമുക്ക് ആ പൈസ കുറച്ചിട്ട് നമുക്ക് തരണത്. കാര്യം അത് ഉരുക്കി കഴിയുമ്പോൾ കുറേ ഒരു 1 ഗ്രാമൊക്കെ 1 ഗ്രാമൊക്കെ പോകും. അപ്പോൾ ഇങ്ങനെ മാറ്റ് പോയാൽ, മങ്ങിപ്പോയാൽ പിന്നെ എങ്ങനെ മങ്ങൽ തിളക്കം ഉണ്ടാക്കുമെന്ന് ചോദിക്കുമ്പോൾ അതിന് മറുപടി പറയണത് പ്രഭാഷകനാണ്. പ്രഭാഷകൻ 2:5 അതിന് മറുപടി പറയും. അതായത് സ്വർണത്തെ ഉലയിലെന്ന പോലെ തിളക്കണതിനാണ് ദൈവം തിളപ്പിക്കും. സ്വർണത്തെ ഉലയിൽ എന്നതുപോലെ ദൈവം അതിനെ തിളപ്പിക്കും, തിളക്കം ഉണ്ടാക്കും. ഉലയിൽ ശുദ്ധി ചെയ്തുകൊണ്ട് തിളക്കം ഉണ്ടാക്കും. എന്നിട്ട് പ്രഭാഷകൻ പറയവേ, അത് കണക്ക് തന്നെയാണ് കർത്താവിന് സ്വീകാര്യമായ മനുഷ്യരെ ഒന്ന്. അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. എന്താണ്? വിലാപങ്ങൾ ചോദിക്കുകയാണ് സ്വർണം എങ്ങനെയാണ് മങ്ങിപ്പോയെന്ന്. പ്രഭാഷകൻ 2:5 എന്താ പറയണത്? ഇൻ കേസ് നിൻ്റെ കയ്യിരിപ്പ് കാരണം അത് മങ്ങിപ്പോയാലും നമുക്കതിന് തിളക്കം ഉണ്ടാക്കാൻ പറ്റും. എങ്ങനെ തിളക്കം ഉണ്ടാക്കാൻ പറ്റും? പ്രഭാഷകൻ ആദ്യം മനോഹരമാണ് കേട്ടോ. അതെ, പ്രഭാഷകൻ പറഞ്ഞ ഇതാണ്, അതായത് അങ്ങനെ മങ്ങിപ്പോയാൽ നിൻ്റെ സഹനം കൊണ്ട് നിൻ്റെ സ്വർണത്തിൻ്റെ കറ മാറ്റാൻ പറ്റും, പഴയ തിളക്കം കൊണ്ടുവരാൻ പറ്റും. ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. അതായത് ശ്രദ്ധിക്കട്ടെ മക്കളെ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് ശ്രദ്ധിക്കട്ടെ കർത്താവേ, സ്വർണ്ണമധ്യയിലെന്നപോലെ ഞങ്ങളെ ശുദ്ധീകരിച്ച ആത്മാവിന്റെ അഭിഷേകത്തോടെ ഞങ്ങളെ നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന. എന്തെന്നാൽ സ്വർണം 2:5, പ്രഭാഷകൻ 2:5, എന്തെന്നാൽ സ്വർണം അഗ്നി ശുദ്ധി ചെയ്യപ്പെടുന്നു. കർത്താവിൽ ആശ്രയിക്കുന്ന ആ സഹനത്തിൻ്റെ ചൂളയിൽ കർത്താവിന് സ്വീകാര്യമായ മനുഷ്യരും. പ്രൈസ് ദി ലോർഡ്. അതാണ് സംഭവം. ഇപ്പം സഹനം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് സ്വർണത്തിൻ്റെ തിളക്കം വീണ്ടെടുക്കാനുള്ള ഒരു ചൂളയാണ്. അത് കർത്താവിൻ്റെ പദ്ധതിയാണ്. ഉണ്ടായിട്ടുള്ളതെല്ലാം അവൻ മൂലമാണ്.
അവനെ കൂടാതെ ഒന്നും ഉണ്ടായിട്ടില്ല. ഇപ്പം ഞാൻ ഇപ്പോഴേ ഇത് പറയാൻ കാരണം, ഞാൻ ആ നിൽക്കുന്ന ആ മരിച്ച അപ്പച്ചൻ ക്യാൻസർ വന്ന് മരിച്ച അപ്പച്ചനാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഒരു 3 കൊല്ലം മുമ്പാണ് ക്യാൻസർ തുടങ്ങിയത്. അപ്പോഴും ഞാൻ പല പ്രാവശ്യം ആ വീട്ടിൽ പോയിട്ടുണ്ട്. പൈസ കൊടുത്ത് സഹായിക്കാൻ പോയി, അപ്പച്ചന് രോഗമായിട്ട് പ്രാർത്ഥിക്കാൻ പോയി, അപ്പച്ചൻ ആശുപത്രിയിൽ നിന്ന് വന്നത് കേട്ട് പോയി, ആ വീട് വെഞ്ചരിക്കാൻ പോയി. അങ്ങനെ 4 പ്രാവശ്യം ഞാൻ ആ വീട്ടിൽ പോയിട്ടുണ്ട്. ആ സമയത്തൊക്കെ അപ്പച്ചനെ ശുശ്രൂഷിക്കുന്നത് ഇളയ മകൻ്റെ ഭാര്യയാണ്. അപ്പോൾ അവളും അപ്പച്ചനെ ആശുപത്രിയിൽ കൊണ്ടുപോയി. അപ്പോൾ എന്താ പ്രശ്നം വെച്ചാൽ അവളും ആ സഹനത്തിലപ്പോൾ പങ്കെടുക്കുകയാണ്. ഇപ്പം സഹിക്കുന്ന വ്യക്തി മാത്രമല്ല, സഹനത്തെ സഹായിക്കുന്ന വ്യക്തിയും ഉലയിൽ തന്നെയാണ്, ശരിക്കും ഉലയിൽ തന്നെയാണ്. പക്ഷെ ഇതെല്ലാം എൻ്റെ സഹോദരങ്ങളിത് കേൾക്കുമ്പോഴേ എന്തെങ്കിലും അരൂപിയ മാറ്റത്താൽ നിങ്ങളുടെ ആത്മാവിൻ്റെ വരപ്രസാദം നഷ്ടപ്പെട്ടു പോയാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന സഹനത്തിൻ്റെ ഉലയിൽ നിങ്ങളുടെ ക്ലാവ് പിടിച്ച അരൂപിയെ നമുക്ക് ശുദ്ധി ചെയ്യാൻ പറ്റും. അത് പാപത്തിന് പരിഹാരമായിട്ട് കാഴ്ചവെച്ചുകൊണ്ട് ഒരു വീണ്ടെടുപ്പ്, വരപ്രസാദത്തിൻ്റെ വീണ്ടെടുപ്പ് നടത്താൻ പറ്റും. ദൈവം നമ്മളെ സഹായിക്കട്ടെ.